ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും ഒരേപോലെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന ഡോണറ്റും അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡോണറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 3 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് 15 മുതൽ 17 ഡോണറ്റ് വരെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ മൈദയിലേക്ക് നമുക്ക് 2.25 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് വേണം അത് ഇതിലേക്ക് ചേർക്കാനായിട്ട്. അത് ഒന്ന് ആക്റ്റീവായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഈ ഹോം ബേക്കേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഈസ്റ്റ് തന്നെ മേടിച്ച് വെക്കുക. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഡോണറ്റിൻ്റെ മാവ് പൊങ്ങി കിട്ടും. ഇനിയിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ തരികളെ ഉണ്ടാവുള്ളൂ. മറിച്ച് സാധാ ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഈ മണി പോലെ ഉണ്ടാവും, കുറച്ച് അധികം വലുപ്പത്തിൽ. അത് നമുക്ക് കുറച്ച് ടൈം എടുക്കും പൊങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ ബെറ്റർ ഇത് യൂസ് ചെയ്യുന്നതാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ മെൽറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർക്കുന്നത് വീഡിയോ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഒരു മുട്ടയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ബട്ടർ ഉരുക്കിയതും. ബട്ടർ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ആയിരുന്നാലും യൂസ് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് ഈ പുട്ടൊക്കെ നമ്മൾ കുഴക്കുന്ന പോലെ കൈ വെച്ചിട്ട് മുട്ടയും ബട്ടറും നന്നായിട്ട് അങ്ങ് തിരുമ്മി കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിലവർ വെള്ളം യൂസ് ചെയ്തിട്ടാവും ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് പാലല്ല, 3/4 കപ്പ് അളവിൽ പാലും 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് വേണമെങ്കിൽ പാലിൽ കുഴച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുഴച്ചെടുത്താലും മതി. പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് ഡോണറ്റ് ചെയ്തെടുക്കുമ്പം സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർക്കുക, വെള്ളം ചേർക്കുന്നതിന് പകരം പാല് ചേർക്കുക. അപ്പോൾ ഒക്കെ നമ്മുടെ ഡോണറ്റ് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതേ നമ്മുടെ മാവെല്ലാം ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കണം. കണ്ടില്ലേ, കയ്യിൽ നിന്ന് ഇങ്ങനെ ഒട്ടി വരുന്ന പരുവം. കൂടുതലായിട്ട് നമ്മൾ പൊടി ചേർത്തിട്ട് അങ്ങനെ കുഴച്ച് മാറ്റി വെക്കേണ്ടതല്ല ഡോണറ്റ്. ഈ ഒരു പരുവം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ ഒരു പരുവായാൽ നമുക്ക് കുഴക്കൽ നിർത്തിയതിന് ശേഷം നമുക്കൊരു ക്ലിംഗ് റാപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് നോക്കാം. അപ്പോൾ ഇതേ ഒരു 1.5 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ ഡോണറ്റിൻ്റെ മാവ് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നിറയെ എയറാണ് ഇതിൽ. നമ്മൾ കൈ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നമ്മുടെ ഈ ബൗളിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിൽ ഒരല്പം പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇത് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ കൂടുതൽ നേരം ഇതിങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അധികം ബലം പ്രയോഗിക്കാതെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ അങ്ങ് റോൾ ചെയ്തിട്ട് നമുക്ക് ഈക്വലായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ 3 കപ്പ് അളവിൽ നമുക്ക് 15 ഡോണറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഡോണറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു കട്ടർ വെച്ചിട്ട് അങ്ങ് എടുത്ത് മാറ്റുമല്ലോ, ആ ഒരു ബാക്കി വന്ന ആ ഒരു പാർട്ടും കൂടി വെച്ചിട്ട് ടോട്ടലായിട്ട് നമുക്ക് 17 ഡോണറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു 10 ഡോണറ്റിൻ്റെ ഓർഡറാണ് കിട്ടുന്നതെങ്കിൽ 2 കപ്പ് യൂസ് ചെയ്യുക. 5 ഡോണറ്റിൻ്റെ ഓർഡർ ആണെങ്കിൽ 1 കപ്പ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു 15 എണ്ണൊക്കെ ആണെങ്കിൽ 3 കപ്പ് ഒക്കെ നിങ്ങൾ മൈദ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് ഡോണറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ശരി, ഞാൻ ഈ മാവെല്ലാം ഡിവൈഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മുടെ ഡോണറ്റിനായിട്ട് എല്ലാം ഇതേപോലെ ബോൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോണറ്റ് ചെയ്തെടുക്കുക ഇതേപോലെ പ്ലേറ്റിലോ, അല്ലെങ്കിൽ ഇതിപ്പോൾ സിലിക്കോൺ മാറ്റാണ്, ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഏകദേശം ആക്കിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ നോസിലാണ് യൂസ് ചെയ്യുന്നത്. സാധാ ചെറിയ നോസിലല്ല, ഇത്തിരി വലിപ്പമുള്ള നോസിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മൾ ഡോണറ്റ് ചെയ്തെടുക്കാനായിട്ട് ഡോണറ്റിൻ്റെ ആ ഒരു അച്ചൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ ഈ നോസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ കെയർഫുള്ളായിട്ട് പതിയെ വേണം നമ്മൾ എടുക്കാനായിട്ട്, കാരണം ഇതിൻ്റെ ഷേപ്പ് അങ്ങ് മാറിപ്പോകും. സോ നമ്മൾ വെക്കുന്ന പാത്രത്തിൽ ഒരല്പം പൊടി കൂടി മൈദപ്പൊടി ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ശരി, നമുക്കിനി എല്ലാ ഡോണറ്റും ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന ഡോണറ്റിന് റേറ്റ് 40 രൂപയാണ്. പല സ്ഥലങ്ങളിലും പല റേറ്റ് ആയിരിക്കും ഡോണറ്റിന്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഞാൻ സെയിൽ ചെയ്യുന്ന റേറ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ എല്ലാ ഡോണറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൊത്തം ഞാൻ പറഞ്ഞ പോലെ 17 ഡോണറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഡോണറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഓയിൽ ചേർക്കേണ്ടതുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ് ഡോണറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വേണ്ടിയത്. കുറച്ച് ഓയിലൊന്നും നമ്മൾ ഒരിക്കലും ഡോണറ്റ് ചെയ്തെടുക്കാനായിട്ട് പാടില്ല. ഡോണറ്റ് ഫെയിലായി പോവും, പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിമാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ചൂടാക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കരുത്. എന്നിട്ട് നമ്മൾ ഡോണറ്റ് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിനേക്കാളും ഒരല്പം കൂടിയിട്ട്, എന്നാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ട, ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഡോണറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. ഡോണറ്റിനുള്ള മെയിൻ പ്രശ്നം ഉൾവശം വെന്ത് കിട്ടാനുള്ള ആ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫ്ലെയിമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ ഡോണറ്റ് കോരിയെടുക്കാനായി കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് ഹൈയിൽ വെക്കുക. എന്നിട്ട് അത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ നമ്മുടെ എല്ലാ ഡോണറ്റും ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒരല്പം ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടാണ് പകുതി ഡോണറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ പകുതി വൈറ്റിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഡോണറ്റ്. അപ്പോൾ ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ഇങ്ങനെ അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് ഗനാഷ് അല്ല കേട്ടോ, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതേ നമ്മുടെ ഡോണറ്റ് എല്ലാം ഞാൻ ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവസാന ഡെക്കറേഷനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് അങ്ങ് റൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഡോണറ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടില്ല. ഷുഗർ എനിക്ക് ഓപ്ഷണലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഹോം ബേക്കർ അല്ലെങ്കിലും വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇതേപോലെ ഇപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡോണറ്റ്. എനിക്ക് 100% ഉറപ്പാണ് ഇതൊരിക്കലും ഫെയിൽ ആവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്